നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഗേറ്റ്സ് ആണ്. ഗേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവിസിബിൾ ലൈനാണ്. അത് ഫിഗ്മയിൽ മാത്രമല്ല മറ്റുള്ള സോഫ്റ്റ്വെയറിലും ഗേറ്റ്സ് ഉണ്ട്. നമ്മൾ നോട്ട്ബുക്കിൽ ലൈൻ ശ്രദ്ധിച്ചിട്ടില്ലേ? അതെന്തിനാണ് ലൈൻ? നോട്ട്ബുക്കിൽ എന്തിനാണ് ലൈൻ ഉള്ളത്? ആ ലൈനിൽ കൂടെ നമുക്ക് എഴുതി പോകാൻ വേണ്ടിയില്ലേ? അത് തന്നെയാണ് ഗേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം നമുക്ക് കറക്റ്റ് ലൈനിലും കറക്റ്റായിട്ടുള്ള സ്ഥലത്തും അലൈൻമെൻറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് ഗേറ്റ്സ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഗേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് റൂളറിൻ്റെ ആവശ്യമാണ്. റൂളർ നമുക്കിവിടെ വിസിബിൾ ആവാൻ വേണ്ടി ഷിഫ്റ്റ് ആറാണ് ഷോർട്ട് കട്ട്. ഷിഫ്റ്റ് ആറാണ് ഷോർട്ട് കട്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിലും മുകളിലും ഒരു റൂളർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗേറ്റ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഗേറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ മൗസിനെ ജസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ കണ്ടില്ല, ഇതുപോലെ നമുക്ക് ഒരു ഏറോ മാർക്ക് അങ്ങോട്ടും ഒരു ഏറോ മാർക്ക് ഇങ്ങോട്ടും കാണിക്കും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൗസിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഗേറ്റ്സ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ മുകളിൽ നിന്ന് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലും അവിടെയും ഗേറ്റ്സ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഗേറ്റ്സിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇതിനെ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് പ്രസ് ചെയ്താൽ മതി, ഡിലീറ്റ് ആവും. ഇതിനെ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് പ്രസ് ചെയ്താൽ ഡിലീറ്റ് ആവും. നമ്മൾ ഇതുപോലെ ഗേഡ് ക്രിയേറ്റ് ചെയ്തു. ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു രീതിയുണ്ട്. ഇതിന് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആവും. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോകും. ഇനി ഞാൻ ഈ ഫ്രെയിമിനെ സെലക്ട് ചെയ്തു. ഇനി ഞാൻ ഗേഡിനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നോക്കിക്കോണം, ഞാനിവിടെ ഓൾട്ട് പ്രസ് ചെയ്തു. ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിമും ഈ ഗേഡും തമ്മിലുള്ള ഫ്രെയിമും ഈ റൂളറിൻ്റെ ഈ ലൈനും തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് മനസ്സിലാവും. ഇത് നോക്കിയാൽ ഇത് ഈ റൂളർ ഇങ്ങനെ പോകുന്നതനുസരിച്ച് നോക്കി അതിൻ്റെ മാർജിൻ നമുക്ക് മനസ്സിലായില്ലേ? അതായത് ആ ഫ്രെയിമിൻ്റെ എഡ്ജും ഈ റൂളറും തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് മനസ്സിലായല്ലോ. കുറച്ച് ഇങ്ങോട്ട് മാറുമ്പോൾ അത് റൈറ്റ് സൈഡിൽ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, അതിന് ചെയ്യേണ്ടത് ഫ്രെയിം സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓൾട്ട് പ്രസ് ചെയ്ത് നമ്മൾ റൂളറിൽ ഇതുപോലെ മൂവ് ചെയ്താൽ മതി, നമുക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടും. ഇത് തന്നെയാണ് മുകളിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ആദ്യം ഫ്രെയിമിനെ സെലക്ട് ചെയ്യുക, അതിനുശേഷം ആ റൂളറിനെ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ. ഇനി ഓൾട്ട് പ്രസ് ചെയ്ത് നോക്കിയേ, കണ്ട നമുക്ക് ആ ഫ്രെയിമിൻ്റെ എഡ്ജും റൂളറും തമ്മിലുള്ള ഗ്യാപ്പിൻ്റെ അളവ് ഇവിടെ കറക്റ്റായിട്ട് നമുക്കൊരു ഡിസ്പ്ലേ കാണിച്ചു തരും. ഈ ഗ്രീനും ഈ മെറൂണും തമ്മിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്ര ഉണ്ടെന്ന് അറിയണം. എങ്ങനെ അറിയാൻ പറ്റും? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോണം, നമുക്ക് ഇപ്പോൾ ഗ്രീനിനെ ഞാൻ സെലക്ട് ചെയ്തു, അതിനുശേഷം ഈ മെറൂണിലേക്ക് മൗസ് കൊണ്ടുവന്നു. അതിനുശേഷം ഒന്ന് ഓൾട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ 288 ആണെന്ന് ഇതും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് മനസ്സിലാവും. കണ്ടില്ലേ, 288 ആണെന്ന് ഇതും തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് മനസ്സിലായില്ലേ? ഇനി ഈ ഗ്രീനും ഈ മജന്തയും തമ്മിലുള്ള ഗ്യാപ്പ് നോക്കിയാലോ. അതിന് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒന്ന് ഈ മജന്ത സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രീൻ സെലക്ട് ചെയ്യുക. ഞാൻ മജന്ത സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഈ ഗ്രീനിലേക്ക് ഒന്ന് മൗസ് ഇങ്ങനെ ഹോവർ ചെയ്തിട്ട് ഓൾട്ട് പ്രസ് ചെയ്തു. അപ്പോൾ നോക്കിക്കേ, അതിൻ്റെ അളവ് ഇവിടെ കാണിക്കുന്നില്ലേ, 1208. താഴെ കാണിക്കുന്ന ഗ്യാപ്പ് എന്താണെന്ന് അറിയാമോ? ഈ ഡോട്ടഡ് ലൈൻ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന ഡോട്ടഡ് ലൈൻ കണ്ടില്ലേ? അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല എന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആകുമ്പോൾ കറക്റ്റ് അത് തന്നെ കാണിക്കും. ഇനി ഞാൻ ഈ ഒബ്ജക്റ്റിനെ ഇതിലേക്ക് ഇങ്ങനെ നീക്കണം, നോക്കണം. ഈ ഒബ്ജക്റ്റിനെ അതായത് ഈ മജന്തെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ റെഡ് ലൈൻ കാണിക്കുന്നുണ്ടോ? അവിടെ ഒരു 3 റെഡ് ലൈൻ കാണിക്കുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം ഇത് ഫിഗ്മ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് കാണിച്ചു തരുന്നത് കറക്റ്റ് അലൈൻമെൻറ്റാണ്. കറക്റ്റ് റെഡ് ലൈൻ കാണിച്ചു തരികയാണ്. അത് കറക്റ്റ് അലൈൻമെൻറ്റാണ് നമുക്കത് കാണിച്ചു തരുന്നത്. ഇത് ഫിഗ്മയുടെ സ്മാർട്ട് ഗൈഡാണ്. അതായത് ഫിഗ്മേനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് ക്ലൂസൊക്കെ തരും. അപ്പോൾ നോക്കിക്കണം, ഈ ഒബ്ജക്റ്റിനെ ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോകണം. നമുക്ക് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഒരു അലൈൻമെൻറ്റ് കാണിച്ചിട്ടുണ്ട്, സെൻട്രൽ അലൈൻമെൻറ്റ്. നമുക്ക് ഇവിടെ എത്തുമ്പോൾ നോക്കി നമുക്കൊരു ബോട്ടം അലൈൻമെൻറ്റ് കാണിക്കുന്നുണ്ട്. ഗ്രീനും ഇതുമായിട്ടുള്ള അലൈൻമെൻറ്റ്, ബോട്ടം അലൈൻമെൻറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് പോകുമ്പോൾ ഈ മെറൂണിൻ്റെ ടോപ്പും ഗ്രീനിൻ്റെ സെൻട്രൽ അലൈൻമെൻറ്റ് നമുക്ക് കാണിക്കുന്നുണ്ട്. കുറച്ചും കൂടെ മുകളിലോട്ട് പോകുമ്പോൾ 3 ലൈൻ ഒരുമിച്ച് വന്നിട്ടുണ്ട്, അതായത് കറക്റ്റ് സെൻറ്ററാണെന്ന് കാണിക്കുകയാണ്. ഈ ഒരു ഒബ്ജക്റ്റ് നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ആർട്ട് ബോർഡ് അല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ സെൻറ്ററാണ്, ആ സെൻറ്ററാണെന്ന് അറിയിക്കാനാണ് ആ റെഡ് ലൈൻ കറക്റ്റാണ് കാണിച്ചു തരുന്നത്. നമ്മളിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നോക്കിക്കോണം, അതിൻ്റെ ഗ്യാപ്പ് കാണിക്കുന്നുണ്ട്. 208 രണ്ടിൻ്റെയും
ഇടയിലുള്ള ഗ്യാപ്പ് 208 പിക്സൽസ് ആണെന്ന് കാണിക്കുന്നുണ്ടോ. നമ്മളിതിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ ഗ്യാപ്പ് മാറും. നോക്കിക്കോണം, 3 റെഡ് ലൈൻ വരും കണ്ടോ. അതിൻ്റെ അർത്ഥം ഇത് 3 അലൈൻമെൻറ്റിലാണെന്നാണ് എൻ്റെ അർത്ഥം. ഇത് സ്മാർട്ട് ഗൈഡ്സ് ആണ്. ഫിഗ്മയുടെ ഇൻബിൽട്ട് ആയിട്ടുള്ള സ്മാർട്ട് ഗൈഡ്സ് ആണ്. എനിക്ക് ഈ ഒബ്ജക്റ്റും ഇതിൻ്റെ ഈ എഡ്ജും തമ്മിലുള്ള ഗ്യാപ്പ് എത്രയെന്ന് അറിയണം. അതിന് നേരത്തെ നമ്മൾ ചെയ്തു കൊടുത്തതിനാണ് ഫ്രെയിം സെലക്ട് ചെയ്യുക, അതിനുശേഷം ഗ്രീനിലേക്ക് മൗസ് കൊണ്ടുവരും, ഒന്ന് ഓൾട്ട് പ്രസ് ചെയ്താൽ മാത്രം മതി. നമുക്കതിൻ്റെ 4 വശത്തുള്ള അളവ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. ഇനി ഇതിൻ്റെ ഗ്യാപ്പാണെങ്കിൽ ഇത് ഫ്രെയിമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ മെറൂണിൻ്റെ ഗ്യാപ്പാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഫ്രെയിമാണ് സെലക്ട് ചെയ്യുന്നത്, മജന്തയുടെ ഗ്യാപ്പാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. മജന്തയിൽ മൗസ് കൊണ്ടുവരുന്നു, ഓൾട്ട് പ്രസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് കറക്റ്റായി കാണിച്ചു തരും. ഇനിയിപ്പം നോക്കിക്കോണം, ഇത് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു, 3 കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഒരു ഗ്യാപ്പാണ് നമുക്ക് അറിയാനുള്ളത്, ഫ്രെയിം ഇതായിട്ടുള്ള ഗ്യാപ്പാണ് നമുക്ക് അറിയാനുള്ളതെങ്കിൽ ഈ 3 കൂടെ ഞാൻ ഇപ്പോൾ ഒരുമിച്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഫ്രെയിമിനെയാണ് സെലക്ട് ചെയ്തത്. നോക്കിയേ, അപ്പോൾ നമുക്ക് ഇത് ഈ 3ൻ്റെയും കൂടെ മാർജിൻ ഇവിടെ അറിയാൻ കഴിയുന്നില്ലേ. അതാ ഇത് എവിടെയാണ് നമുക്ക് ഉപയോഗപ്പെടുന്നതല്ലേ. ഇത് ഉപയോഗപ്പെടുന്നത് നമുക്ക് ഒരു സപ്പോസ് നമ്മൾ ഇതുപോലത്തെ ഡിസൈൻ നമ്മൾ ചെയ്തു. നമ്മൾ ഡിസൈനിൽ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഡിസൈനെല്ലാം അലൈൻമെൻറ്റും അതിൻ്റെ സിമട്രിയും അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഒരുപോലെ കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയാണ്. ഇവിടെ ഇത് നമ്മൾ നോക്കിക്കോണം. ഇവിടെ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കോണം. ഇതും തമ്മിലുള്ള അകലം നമുക്ക് നോക്കാം. നോക്കിക്കേ, 28 ആണ്. ഇനി ഇതും നമ്മൾ അകലം നോക്കി, അതും 28 ആണ്. ഇതും തമ്മിലുള്ളതോ 28 ആണ്. ഇതും തമ്മിലുള്ള അതും 28 ആണ്. കണ്ടില്ലേ, കറക്റ്റായിട്ട് നമുക്ക് അലൈൻമെൻറ്റ് കീപ്പ് ചെയ്ത് ഈ ഗൈഡ്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് അതിൻ്റെ അലൈൻമെൻറ്റ് കൺസിസ്റ്റൻസിയോടുകൂടി അതിൻ്റെ സിമട്രിയൊക്കെ കീപ്പ് ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെയാണ് നമ്മൾ ഗൈഡ്സ് ഉപയോഗിക്കുന്നത്. ഇത് നോക്കുക, ഇത് ഒരു UI ഡിസൈൻ സ്ക്രീനാണ്. ഇതിന് ഇത്രയും ഭാഗം ഇവിടെ നിന്ന് ഇവിടം വരെ ഒന്ന് ഗൈഡ്സ് ഉപയോഗിച്ച് ഒന്ന് അലൈൻ ചെയ്ത് നോക്കാം നമുക്ക്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ റൂളർ ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് ഈ റൂളറിനെ വെച്ചിട്ട് ഞാൻ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്കിതിൻ്റെ ഗ്യാപ്പ് അറിയണ്ടേ, എത്രയൊക്കെയാണ് ഇതിൻ്റെ ഗ്യാപ്പെന്ന്. ശരി, ഇവിടെ നമുക്ക് ഇത് 2 പോലെ സെക്ഷനാണ്. അതിൻ്റെ ഗ്യാപ്പ് നമുക്ക് നോക്കാം. അതിൻ്റെ ഗ്യാപ്പ് നമുക്ക് നോക്കാം. 32 ആണ് അതിൻ്റെ ഗ്യാപ്പ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. ഇതിൻ്റെ ഗ്യാപ്പ് നമുക്ക് നോക്കിയാൽ അത് 15 ഉള്ളൂ, ഇത് 18 ഉള്ളൂ, ഇത് 12 ആണ്. എല്ലാം പല ഗ്യാപ്പാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനെ ഞാൻ 24 ആയി കൊടുക്കുകയാണ്. ഇതിനെ ഞാൻ 24 ആക്കാം. ഇത് 90 ആണ്. ഇതിനെ 24 ആക്കിയാണ്. ഇത് 7 കിടക്കണം. അത് നമുക്ക് ഇതിനെ ഒരു 8 ആയി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇത് 24, ഇത് 24, ഇത് 24, ഇത് വന്നിട്ട് 8. കാരണം എന്താണ്? അത് 8ൻ്റെ മൾട്ടിപ്ലൈ ആണ്. 8 × 3 24. അപ്പോൾ നമ്മൾ എല്ലാം 8 വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഗ്രിഡ് സിസ്റ്റത്തിൽ വരുമ്പോൾ നമ്മൾ 8 പോയിൻറ്റ് ഗ്രിഡും 4 പോയിൻറ്റ് ഗ്രിഡും എന്നത് പഠിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ കാണിച്ചിരുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഗൈഡ്സ് ഉപയോഗിച്ച് പഠിക്കുന്നത്. ഓക്കെ.